അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറി ഫത്തറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോക വിജയികൾ നമ്മയും വേണ്ടപ്പെട്ടവരെയും ചേർക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ഐശ്വര്യവും ബർക്കത്തും നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വലിന്റെ പരിശുദ്ധമായ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ എന്തുകൊണ്ടും മുഹൂർത്തം ധന്യമാണ്. പോരിശയുടെ മേൽ പോരിശ പേമാരി വർഷിക്കുന്ന ഒരു പ്രഗത്ഭമായ ദിവസമാണ്. ഈ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അധികവും നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു വട്ടം പോലും നമ്മൾ ഓതിയിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. അത്രയേറെ വളരെ എഫക്റ്റീവായ, അതായത് നമ്മുടെ കൽബിൽ നിന്ന് തന്നെ അതിൻ്റെ ആശയങ്ങൾ ആലോചിച്ച് നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ തന്നെ നമുക്ക് വല്ലാത്ത റാഹത്ത്, വല്ലാത്ത ഫലങ്ങൾ, ഫായിദകൾ നൽകാൻ കഴിയുന്ന പ്രഗത്ഭമായ ഒരു ദ്വായിനെ കുറിച്ച് പറയാനുണ്ട്, ദിക്കറിനെ കുറിച്ച് പറയാനുണ്ട്. അതോടൊപ്പം പരിശുദ്ധമായ സൂറത്ത് യാസീനിൽ ഇമാം അല്ലാമ ശുറജി തങ്ങളൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫവായിദിൽ പറയുന്നുണ്ട്, പരിശുദ്ധമായ സൂറത്ത് യാസീനിൻ്റെ ഒരു 3 ആയത്തുകൾ പറയുന്നുണ്ട്. ആ ആയത്തുകൾ ഓതിയിട്ടുള്ള ദുആക്ക് വല്ലാത്ത ഇമ്പോർട്ടൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരിഗണന കൊടുക്കുമെന്നാണ്. അത് വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. അത് ചെയ്യാൻ കഴിയണമെങ്കിൽ എന്താ, അത് അറിയാൻ കഴിയണമല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് ഇന്ന്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചോദിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബി ഒരു ദിക്ർ ചൊല്ലുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മ, ആ ഇസ്മ ചുമ്മാ ഇസ്മല്ല, ഇസ്മുൽ ആലമാണ് എന്ന് ഉലമാക്കൾ പലരും ഗൗരവത്തിൽ സംസാരിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മകൾ അത് ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ദിക്ർ ചൊല്ലുന്നത് കണ്ടപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സംസാരിക്കുന്ന എന്താണെന്നറിയോ? ഇന്നഹു ദഅല്ലാഹ ബിസ്മിൽ ആലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ വ ഇദാ സഅല ബിഹി അഅതാ. വലിയൊരു വർത്താനാണ് പറയുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉന്നതമായ ഇസ്മു കൊണ്ട്, ഇസ്മുൽ ആലം കൊണ്ടാണ് അദ്ദേഹം ദുആ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു ഏറ്റവും കൂടുതൽ ദുആയിനെ പരിഗണിക്കുന്ന ഇസ്മുൽ ആലം ഉപയോഗിച്ചാണ്, ഉന്നതമായ നാമം ഉപയോഗിച്ചാണ് അദ്ദേഹം ദുആ ചെയ്തിട്ടുള്ളത്. അല്ലദീ ഇദാ ദുആ, എങ്ങനെയുള്ള ആ നാമത്തിൻ്റെ പവർ എന്താണെന്നറിയോ? ഇദാ ദുഇയ ബിഹി അജാബ, ആരെങ്കിലും അതുകൊണ്ട് ദുആ ചെയ്താൽ, അതുകൊണ്ട് ദുആ ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അജാബ, ഇജാബത്ത് ഉറപ്പാണ്. അപ്പോൾ അള്ളാഹുവിനോട് ആരെങ്കിലും ഈ ഇസ്മ ഉപയോഗിച്ച് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. അങ്ങനെയുള്ള ഇസ്മ, ഉന്നതമായ ആഴമായ ഇസ്മ വെച്ചുകൊണ്ട് അദ്ദേഹം ദ്വാരക്കുന്നത് എന്ന് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേറെ ആരാ പറയേണ്ടത്? ഏത് ഇമാമാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ മുകളിൽ പറയേണ്ടത്? ആ സ്വഹാബി ചെയ്ത ദുആ, ആ ഇസ്മുണ്ടല്ലോ, അത് ഇജാബത്ത് ഉറപ്പുള്ള ഇസ്മാണ്. മാത്രമല്ല ഇദാ സുഇല ബിഹി അഅതാ, അതുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ എന്താ ചോദിക്കുന്നത് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നൽകപ്പെടും, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇത്ര ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഇസ്മാണ്, ആലമായ ഇസ്മുൽ ആലമാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ഏതുകൊണ്ടും അയ്യമ്മാ തദ്ഉ, നിങ്ങൾ ഏതുകൊണ്ടും അള്ളാഹുവിനെ വിളിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാകൾ നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന് ഫലഹു അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും മനോഹരമായ പേരുകളുണ്ട്, നാമങ്ങളുണ്ട്. ആ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും പവർ കൂടിയ ഇസ്മാണ് ഏത്? ഇസ്മുൽ ആലം, ഉന്നതമായ ഇസ്മ, ഭയങ്കര പവറാണ്. അത് ചൊല്ലിയോ ഇജാബത്ത് ഉറപ്പാണ്, അത് ചൊല്ലി ചോദിച്ചോ ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെയുള്ള ആ നാമങ്ങളിൽപ്പെട്ട നാമമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇജാബത്ത് ഉറപ്പാണ്, ചോദിച്ച സംഗതി കിട്ടുമെന്ന കാര്യം ഉറപ്പാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബി ദുആ ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബി ചെയ്ത ദുആ, പടച്ചോനെ നമുക്കറിയാൻ മോഹല്ലേ, നമുക്കറിയാൻ താല്പര്യമല്ലേ? ഈ പരിശുദ്ധമായ ദിനത്തിൽ, ഇത് വെള്ളിയാഴ്ച മാത്രമല്ല, ഇത് നമുക്ക് ഏത് ദിവസത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റിയ, പ്രത്യേകിച്ച് പ്രതിസന്ധികളിൽ നമുക്ക് പിടിച്ചിക്കാൻ പറ്റിയ, തകർന്നു പോകുന്ന രോഗങ്ങളിലും പ്രയാസങ്ങളിലും പിടിച്ചിക്കാൻ പറ്റിയ വലിയൊരു പിടിവള്ളിയാണ്. ആ സ്വഹാബി ചെയ്ത ദിക്ർ എന്താണ്? ആ സ്വഹാബി ചോദിച്ച ചോദ്യം എന്താണ്? ദുആ എന്താണ്? നമുക്കൊന്ന് നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദിഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം.
ഇങ്ങനെയാണ് സ്വഹാബി വിളിച്ചു പറയുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദുആ ഇറക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ്. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ബി അന്ന ലകൽ ഹംദ്, തീർച്ചയായിട്ടും സ്തുതി എന്ന് പറയുന്നത് നിനക്കാകുന്നു റബ്ബേ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല റബ്ബേ. യാ ഹന്നാനു യാ മന്നാൻ, നീ ഏറ്റവും മനോഹരമായ ഗുണങ്ങൾ എമ്പാടും ചെയ്യുന്നവനാണ്, സുഹൃതങ്ങൾ എമ്പാടും ചെയ്തു തരുന്നവനാണ്. നീ ഹന്നാനും മന്നാനുമാണ് റബ്ബേ. അല്ലാഹുവിനെ ഏറ്റവും പുകഴ്ത്തി പറയാൻ. യാ ബദിഅസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മനോഹരമായി സംവിധാനിച്ചവനാണ് നീ, അതിനെ കൈകാര്യം ചെയ്യുന്നവനാണ് നീ. യാദൽ ജലാലി വൽ ഇക്റാം, നീ ഏറ്റവും വളർമയും ഏറ്റവും കറമുമുടയവനാണ്. യാദൽ ജലാലി വൽ ഇക്റാം, ദുൽ ജലാലി വൽ ഇക്റാമാണ് നീ റബ്ബേ. യാ ഹയ്യു യാ ഖയ്യൂം, എന്തിനും കഴിവുള്ള എന്നും ഹയാത്തുള്ള പടച്ചവനെ, എന്നും ജീവിച്ചിരിക്കുന്ന റബ്ബേന്ന ഇങ്ങനെ വിളിച്ചുകൊണ്ട് അത് വരക്കുന്നത്. ഈ ഇസ്മുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ട അസ്മാകൾ ചേർത്തിട്ടുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുമ്മ, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ അള്ളാഹ് എന്ന് പറയും ജലാലത്തിൻ്റെ ഇസ്മ കയറി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രഗത്ഭമായ യാ ഹന്നാൻ യാ മന്നാൻ, അള്ളാഹുവിൻ്റെ ഹന്നാൻ മന്നാൻ, അള്ളാഹുവിൻ്റെ പ്രഗത്ഭമായ നാമങ്ങൾ കയറി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ യാ ബദീഅ, യാ ബദീഉ യാ ബദീഅസ് സമാവാതി വൽ അർദ്, അതാണ് വിളിക്കുന്നുണ്ട്. യാൽ ജലാലി വൽ ഇക്റാം, ദുൽ ജലാലി വൽ ഇക്റാം എന്നൊരു നാമം പറയുന്നുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം, ഇസ്മുൽ ആലം അതിനകത്തുണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഇജാബത്ത് ഉറപ്പാണെന്ന. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് മാത്രമല്ല കേട്ടോ, ഇത് നാളെ പറ്റും, ഇന്നലെ പറ്റുമായിരുന്നു, മറ്റന്നാൾ പറ്റും, ഒരു കുഴപ്പമില്ല. എപ്പോഴാണോ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി അവസരം വരുന്നത് അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ പരിശുദ്ധമായ ഇസ്മ ഒരു 3 വട്ടം അല്ലെങ്കിൽ ഒരു 11 വട്ടം നമ്മൾ ഓതിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ദ്വാരക്കാം. ഇത് അശുദ്ധിയുടെ പിരീഡ് തടസ്സമില്ല. ഇത് നിസ്കരിക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ട് കിടക്കുന്നവർക്ക് ഒരാൾക്കും തടസ്സമില്ല. ഇത് ഓതാവുന്നതാണ്. ഇത് തെറ്റുകൂടാതെ ടെക്സ്റ്റിൽ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹാനാണ് അള്ളാഹുവേ നീയല്ലാതെ ഇലാഹില്ല, നീ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, നിനക്കാണ് എന്തിനും കഴിവുള്ളവൻ എന്ന അള്ളാഹുവിൻ്റെ മഹത്വം സമ്മതിച്ചുകൊണ്ട് മിനിമം അത്രയും, ഓരോ വാക്കിൻ്റെയും വാക്കർത്ഥം നമ്മൾ മനപ്പാടാക്കണമെന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയത്തിൻ്റെ കണ്ടന്റ് എന്താ? അള്ളാഹു എന്തിനും കഴിവുള്ളവനാണ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹു ഈ ലോകത്തെ പടച്ച് സംവിധാനിച്ചവനാണ്. പടച്ചവനെ, നിന്നോട് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ, നീ അത്ര കഴിവുള്ളവനാണ്, അതുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എന്നുള്ള ഒരു ചോദ്യമാണ് നടത്തുന്നത് എന്ന് ഓർമ്മ വേണം. ഇത് മനോഹരമായിട്ട് നമ്മൾ ഓതണം. ഓതിയിട്ട് അള്ളാഹുവിനോട് എന്തും ചോദിക്കാം. തീർച്ചയായിട്ടും ഇന്നഹു ദഅല്ലാഹ, ആ ദുആ ഈ സ്വഹാബി ചെയ്തതുപോലുള്ള ദുആയാവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതാ ദുആ ബിഹി അജാബ, ഇജാബത്തുറപ്പാണ്. ഇതാ സുഇല ബിഹി അതാ, ചോദിച്ച കാര്യം കിട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ അല്ലാമ ഇമാം ശുറജി തങ്ങൾ അവിടുത്തെ ഫവായിദിൽ പറയുന്ന ഒരു പ്രഗത്ഭമായൊരു ടിപ്സ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മഹാനവറുകൾ പറയാണ്, പരിശുദ്ധമായ സൂറത്ത് യാസീൻ ആവശ്യങ്ങൾ വീട്ടിൽ തരുന്ന സൂറത്താണല്ലോ. സൂറത്ത് യാസീൻ ഒരാൾ മരിക്കുന്ന സമയത്ത് മാക്സിമം അയാളുടെ മുന്നിൽ ചാരത്ത് ഓതാൻ പറ്റിയ ഓതേണ്ട സുന്നത്തുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. പ്രഗത്ഭമാണ് സൂറത്ത് യാസീനിൻ്റെ ഓരോ ഹർഫിനും അല്ലാഹു സുബ്ഹാനഹു വ തആല 10,000 മലക്കുകളെ ഇറക്കും. ഒരു മരണം ആസന്നമായ മനുഷ്യൻ്റെ ചാരത്ത് യാസീൻ ഓതിയാൽ ഒരു ഹർഫിന്, അപ്പോൾ 3000 ഹർഫുകളുള്ള സൂറത്ത്, 30,000-ഓളം അള്ളാഹുവിൻ്റെ മാലാഖമാർ പെയ്തിറങ്ങുന്ന പ്രഗത്ഭമായ സൂറത്ത്. ആ സൂറത്തിന് എമ്പാടും മഹത്വങ്ങളുണ്ട്. ആ സൂറത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന സൂറത്താണ്. ഈ സൂറത്ത്, പ്രഗത്ഭമായ സൂറത്ത് യാസീനിൻ്റെ നമുക്കെല്ലാം അറിയാവുന്ന 55 മുതൽ 58 വരെയുള്ള ആയത്ത്. ഈ ആയത്തൊരാൾ ഓതിയിട്ട് പ്രിയപ്പെട്ടവരെ ദുആ ചെയ്താൽ തീർച്ചയായും ചോദിക്കുന്നതെന്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് ഇമാമുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തുകളെ മുൻനിർത്തിക്കൊണ്ട് പടച്ചോനെ, ഈ ആയത്തുകളുടെ, നിൻ്റെ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധ കലിമത്തുകളുടെ വചനങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ഇന്ന ആവശ്യം നടത്തണം, എൻ്റെ ഇന്ന കാര്യം നടത്തണം എന്ന് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും ആ കാര്യം കിട്ടുമെന്നാണ് മഹാനവറുകൾ പറയുന്നുണ്ട്. ആ ആയത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ
هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. അൽഹംദുലില്ലാഹ്. ഈ പരിശുദ്ധമായ സൂറത്ത് യാസീനിന്റെ 55 മുതൽ 8 വരെയുള്ള ആയത്തുകൾ നമുക്കൊക്കെ ഓതി പരിചയമുണ്ട്. ഏതുറക്കിൽ നിന്ന് വിളിച്ചാലും നമ്മൾ ചാടി എണീറ്റിട്ട് ചൊല്ലുന്ന നമുക്ക് മനപ്പാടുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ 3 ആയത്തുകൾ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി എന്താണ് ആയത്തിൽ പറയുന്നത് എന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ സജ്ജനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള സ്വർഗീയ ലോകത്തെ എക്സ്പീരിയൻസാണ് പറയുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നൽകട്ടെ. ഈ പരിശുദ്ധമായ യാസീനിൻ്റെയും ഈ ആയാത്തുകളുടെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ വിജ്ഞാനത്തിൻ്റെ ഈ ഒരുമിച്ച് കൂടലിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ജന്നത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ നാമൊക്കെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളുടെ അവസ്ഥകൾ പറയാം. സ്വർഗത്തിൻ്റെ അവകാശികൾ അന്ന് ഓരോ ജോബിലായിരിക്കും, ഓരോ ജോലിയിലായിരിക്കും അവർ ഇഷ്ടപ്പെട്ട വ്യത്യസ്തമായ ജോലികൾ, വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലായിരിക്കും അവർ എൻഗേജഡ് ആയിരിക്കുക. അങ്ങനെ ഒരു സന്ദർഭം അവർ സുഖം, വലിയ റാഹത്തും സുഖവും അനുഭവിച്ചു കൊണ്ടിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അവർ പരിപൂർണമായ സുഖത്തിലായിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ പറയുന്നു. എന്നിട്ടോ അവർ അവരുടെ കട്ടിലിൽ, മനോഹരമായ സ്വർഗീയ കട്ടിലിൽ അവരുടെ ഭാര്യമാർ, അവരുടെ ഇണകൾ, ഭർത്താക്കന്മാർ അവരോടൊപ്പം ആ സന്തോഷകരമായ സ്വർഗത്തിൻ്റെ കട്ടിലിൽ അവർ സന്തോഷത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ ചാരിയിരിക്കും റാഹത്തായിട്ട്. അപ്പോൾ കട്ടിലിൽ, സ്വർഗത്തിൻ്റെ കട്ടിലിൽ പല ഭാഗത്തും ഖുർആൻ പറയുന്നുണ്ട് സ്വർഗത്തിലെ കട്ടിലിരിക്കുക, കട്ടിലിൽ ചാരിയിരിക്കുന്നതിനെ കുറിച്ച്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുഅ്മിനീങ്ങൾ ഇണകളോടൊപ്പം. എത്ര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ആ ഒരു ഫാമിലി അവർ ഒന്നിച്ച് കട്ടിലിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന, പരസ്പരം അന്യോന്യം വർത്താനം പറയുന്ന പല ഭാഗത്തും ഖുർആനിൻ്റെ ചില സൂറത്തുകളിൽ ഈ പരാമർശങ്ങൾ, അതായത് സ്വർഗത്തിൽ ഒരു കട്ടിലിരുന്നു കൊണ്ട് പരസ്പരം ചോദിക്കുക എങ്ങനെയപ്പോൾ നമ്മൾ ഇവിടെ വന്ന് പെട്ടത്, എങ്ങനെയാണ് സ്വർഗത്തിലായത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്തിരുന്നു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും സ്വർഗത്തിൽ കട്ടിലിരുന്നു കൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. അവർക്ക് സ്വർഗത്തിൽ ഫിഹാ ഫാക്കിഹത്തുൻ, അവർക്ക് ഫ്രൂട്ട്സുകളുണ്ട്, സ്വർഗീയ ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ അവർക്കുണ്ട്. വലഹും മാ യദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്നതെല്ലാം, എന്തെല്ലാം അവർ തേടുന്നുണ്ടോ, ആവശ്യപ്പെടുന്നുണ്ടോ, അത് മുഴുവൻ അവർക്ക് സ്വർഗത്തിൽ സംവിധാനമുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിലെ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം പറയുന്ന, അഭിവാദ്യം പറയുന്ന ഏറ്റവും മനോഹരമായ, അതിനേക്കാൾ വലിയൊരു മുഹൂർത്തമില്ല, ആ ഒരു മുഹൂർത്തമാണ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബായ അല്ലാഹുവിൽ നിന്നും അഭിവാദ്യം, സലാം പറയപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു നേരമാണ്. അള്ളാഹുവിൻ്റെ സലാം പറച്ചിൽ കേൾക്കാൻ സ്വർഗത്തിലിരുന്ന് നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മുഹബ്ബീങ്ങൾ, നമ്മളോട് ദുആ പറയുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ സഹായിക്കുന്നവർ, നമ്മുടെ മുഹബ്ബത്തുള്ളവർ എല്ലാവരെയും അള്ളാഹു ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധമായ ഒരു അവസ്ഥ സ്വർഗത്തിൽ വിശ്വാസികൾക്കുണ്ട് എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ആയത്താണ്. ഇത് അള്ളാഹുവിന് സന്തോഷമാണ്, അമ്പിയാക്കൾക്ക് സന്തോഷമാണ്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷമാണ്, മലക്കുകൾക്ക് സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ആയത്താണ്. ഈ ആയത്ത് 3 ആയത്തുകൾ സൂറത്തു യാസീനിൻ്റെ 55 മുതൽ 58 വരെ ഈ 3 ആയത്തുകൾ ഒരാൾ ഒറ്റവട്ടം ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ എന്താ ചോദിക്കുന്നത് അള്ളാഹു തരുമെന്ന് ഇമാം ശുറജിതങ്ങൾ, അല്ലാമ ശുറജിതങ്ങൾ ഫവായിദിൽ പറയുന്നത് ഞാൻ ഉദ്ധരിക്കുക മാത്രമാണ്, എൻ്റെ വകയല്ല, അത്രയേറെ പവറുള്ളതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇത് നമുക്ക് ഇന്ന് ഉപയോഗപ്പെടുത്താം. നാളെ പറ്റൂലേ, നാളെ പറ്റൂ, മറ്റന്നാൾ പറ്റൂലേ, മറ്റന്നാളും പറ്റും. എപ്പോഴാണ് കഴിയുന്നത് അപ്പോഴൊക്കെ പറ്റും. പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഖുർആൻ ഓതാൻ പറ്റാത്ത നേരമാണോ? ഖുർആൻ ഓതാൻ പറ്റുന്ന നേരം ശുദ്ധിയായിട്ട് ഓതി കൊടുത്തിട്ട് റാഹത്തായിട്ട് ഓതിയതായിരുന്നുള്ളൂ. ഇന്നത്തെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് വലിയ ഇജാബത്താണ് വെള്ളിയാഴ്ച. ഇന്ന് ഈ പരിശുദ്ധമായ 3 ആയത്തുകൾ യാസീനിൻ്റെ ഓതിയിട്ട് ഇതുമായിരുന്നു. നോക്കി, എന്താ കിട്ടാത്തത് നമുക്കറിയാലോ. എന്താ കിട്ടാത്തത്? മുഴുവൻ ഖൈറുകൾ നമുക്ക് കിട്ടും ആഖിറത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗം, ഇതൊക്കെ നമ്മൾ ചോദിക്കുകയല്ലേ. അപ്പോൾ തീർച്ചയായും ഏറ്റവും പ്രഗത്ഭമായ ഇജാബത്തിൻ്റെ മുഹൂർത്തത്തിൽ ഈ 3 ആയത്ത് ഓതി ദ്വാരക്കാൻ മറക്കരുത്.
ഈ സാധുവിനെ ദുആയിൽ ഉൾപ്പെടുത്തണം, പ്രവർത്തകരെ ദുആയിൽ ഉൾപ്പെടുത്തണം, അൻവാർ ഹിഫ്സിൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ഉൾപ്പെടുത്തണം. നിങ്ങളെല്ലാവരെയും ദുആയിൽ എപ്പോഴും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബറക്കത്തും ഖൈറും നമുക്ക് തുറന്നു നൽകട്ടെ, വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله